മിശിഹായിൽ പ്രിയമുള്ള ശാലോം ടി വി പ്രേക്ഷകരെ, ഇന്നേ ദിവസം മാതാപിതാക്കളോടൊരു വാക്ക് ഞാൻ പറയുക, ജീവിത വിജയത്തിന് മക്കളെ നമ്മൾ ഒരുക്കണം. എങ്ങനെ ഒരുക്കണം എന്ന് ചോദിച്ചാൽ, ചില ചിന്തകൾ ഞാൻ പറയുകയാണ്. കുഞ്ഞുങ്ങളിലുള്ള നന്മ കണ്ടുപിടിക്കുക. ഫൈൻഡ് സംതിങ് ഇൻ ഹിം ടു പ്രൈസ്. സ്തുതിക്കുക എന്ന് പറയുമ്പോൾ ചിലൊരു നെഗറ്റീവ് മീനിങ് എടുക്കും. ഇല്ലാത്തത് പറയല്ല, ഉള്ളത് എടുത്തു പറഞ്ഞ് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാതെ ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ കഴിവിലുള്ള എൻ്റെ ബോധ്യമാണ് എൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം. അതൊരു സൈക്കോളജിക്കൽ തത്വമാണ്. അങ്ങനെ ഒരു കുട്ടിക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ അവൻ കഴിവിൽ വളരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പല കുട്ടികളിലും ഈ ബോധ്യത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട്. കാരണം നമ്മുടെ ഇടപെടലുകളാണ്. കണക്കിന് 50-50 മാർക്ക് മേടിച്ചു കൊണ്ടുവരുന്ന കൊച്ചു പയ്യനോട് ഒരമ്മ പറയാണ്, വലിയ ഗേമമായിപ്പോയി, കണക്കിന് മാത്രമല്ല 50 കിട്ടിയുള്ളൂ, ഓക്കെ എന്തെല്ലാം വിഷയത്തിന് നിനക്ക് കുറവായിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ നല്ല മിടുക്കന്മാരൊക്കെ ഉണ്ട്, അവരെല്ലാത്തിനും 50 മേടിച്ചുകൊണ്ടല്ലേ വരുന്നത് എന്ന് പറഞ്ഞ് ചെറിയൊരു കുറ്റപ്പെടുത്തലോടുകൂടി അത് സ്വീകരിക്കുന്നു. വേറൊരമ്മ പറയാണ്, ആ മിടുക്കനാണല്ലോ, കണക്കിന് 50-50 കിട്ടിയാൽ നീ ഇച്ചിരി ഉത്സാഹിച്ച് നിനക്ക് എല്ലാത്തിനും 50 കിട്ടും, മിടുക്കനാകുമോനെ കേട്ടാ. അടുത്തുവാണേ നമുക്കൊന്ന് ഒത്തുപിടിക്കണം കേട്ടോ. ഓക്കെ, 2 അപ്രോച്ചാണ് ഇവിടെ. ആദ്യത്തെ അപ്രോച്ചിൽ കിട്ടാത്തത്, ആ കുറവ് അത് കണ്ടുപിടിച്ച് അമ്മ അവതരിപ്പിക്കുന്നു. രണ്ടാമത്തെ അമ്മ കിട്ടിയതിനെ അപ്രീഷിയേറ്റ് ചെയ്തു, തുടർന്ന് നന്മയിലേക്ക് വരുമെന്നൊരു ബോധ്യം കൊടുക്കുകയാണ്. ഈ രണ്ടാമത്തെ അമ്മ നേട്ടത്തെ ഊന്നിപ്പറയുമ്പോൾ ആദ്യത്തെ അമ്മ നഷ്ടത്തെ മാത്രമാണ് പറയുക. ഇതുവഴി ഞാനൊരു മൊത്തം പരാജയമാണ്, എനിക്കിതിനൊന്നും പറ്റത്തില്ല, ഒരു ചിന്ത അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിൽ കുട്ടിയെ ബാധിക്കാൻ ഇടയുണ്ട് എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് അവൻ അസ്വസ്ഥനാവുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും മക്കളിൽ ഒരു ബോധ്യം കൊടുക്കണം. നിൻ്റെ വിജയം ഒരു വിജയമേ അല്ല, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ അവന് മനസ്സിൽ അവൻ പിന്നോക്കം പോവുകയും വൈരാഗ്യവും വെറുപ്പും നിരാശയും ഒക്കെ മറ്റു കുട്ടികളോടും ജീവിതത്തോടും ഒക്കെ തോന്നാനിടയുണ്ട്. അത് സംഭവിക്കാതിരിക്കട്ടെ. നന്മ കാണുന്ന, നന്മ അപ്രീഷിയേറ്റ് ചെയ്യുന്ന മാതാപിതാക്കളാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ഇന്നത്തെ കത്തുകളിലേക്ക് കിടക്കാം. ഇന്നത്തെ ആദ്യത്തെ കത്ത് ആരുടേതാണ് നിമ്മി? ആദ്യത്തെ കത്ത് ആലപ്പുഴ നിന്ന് സിജോയാണ് എഴുതുന്നത്. ബഹുമാനപ്പെട്ട ലൂയിസ് അച്ഛ, എൻ്റെ ഭാര്യയുടെ പേര് എൽസ എന്നാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി. പക്ഷേ ഞങ്ങൾക്ക് മക്കളില്ല. അച്ഛൻ്റെ പുസ്തകം ഇതാ ഇങ്ങനെ പ്രാർത്ഥിക്കൂ ഞാൻ വായിച്ചു. ഒത്തിരി ബോധ്യം കിട്ടി. അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങൾ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛനും ടീമും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹമാണ്. എന്നാൽ ഇതിൻ്റെ പേരിൽ പല ആളുകളും ഞങ്ങളെ കുറ്റപ്പെടുത്തുകയും പലരിൽ നിന്നും പരിഭവങ്ങൾ കേൾക്കാൻ ഇടയാകുകയും ചെയ്യുന്നുണ്ട്. ദൈവാനുഗ്രഹത്തിൻ്റെ കുറവാണ് എന്ന് വളരെ അടുത്ത ആളുകൾ പോലും പറയുമ്പോൾ ഒത്തിരി വേദന ഉണ്ടാകുന്നുണ്ട്. അച്ഛ, എല്ലാം സഹിക്കുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഏറ്റവും ഉചിതമായ ഒരു മറുപടി നൽകി സഹായിക്കണമേ. തീർച്ചയായിട്ടും ഇതൊരു സന്തോഷമുണ്ട്. വായനാ വാരവും ദിവസവും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇന്ന് പലരും വായനയിൽ പുറകോട്ട് പോയിരിക്കുകയാണ്. അദ്ദേഹം പുസ്തകം വായിച്ചു, ബോധ്യം കിട്ടി എന്ന് പറയുന്നതിൽ ഇത്ര സന്തോഷമുണ്ട്. ഞാൻ ആ പ്രശ്നം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. സിജോയും ഭാര്യ എൽസയുമായി വലിയ സ്നേഹത്തിൽ സന്തോഷത്തിൽ ജീവിക്കുന്നതിൽ അഭിനന്ദനങ്ങൾ നേരുകയാണ്. നല്ല കുടുംബജീവിതം എന്ന് പറയും, തമ്പുരാൻ മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്, അവരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. ഇല്ലയോ, തന്ന ജീവിത പങ്കാളിയുമായിട്ട് ആ വ്യക്തിയെ മകനായി മകളായി ഒക്കെ കണ്ടുകൊണ്ട് സ്നേഹത്തിൽ ജീവിക്കുന്നത് തമ്പുരാൻ്റെ മുമ്പിൽ വളരെ കരണീയമാണ്, വളരെ നല്ലതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും തിരുരക്താഭിഷേക പ്രാർത്ഥന ഒത്തിരി ഫലദായകമാണ്. അത് പുസ്തകത്തിലൂടെ ബോധ്യമായിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതേപ്പറ്റി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ മറ്റുള്ളവരുടെ കമൻസ്, പരാതിയൊക്കെ നിസ്സാരമായി തള്ളണം. എനിക്ക് പറയാനുള്ളത്, സിജോയോട് പറയാനുള്ളത്, നമ്മുടെ കാര്യം നമുക്കറിയാമല്ലോ. എന്താ സംഭവിച്ചാലും അല്ലേ, അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറഞ്ഞ പോലെ
എല്ലാ കാര്യത്തിനും കയറി കമൻസ് പറയുന്ന ആളുകൾ നമ്മൾ. അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട. വാസ്തവത്തിൽ അത് അവരുടെ അധാർമികതയാണ് അത് സൂചിപ്പിക്കുന്നത്, നമ്മുടെ കുറവല്ല. ദൈവാനുഗ്രഹത്തിൻ്റെ കുറവാണ് ഈ പ്രശ്നമെന്ന് ഒരിക്കലും പറഞ്ഞത് ശരിയായില്ല എന്ന് തന്നെ ഞാൻ പറയും. അത് പറയാൻ കൊള്ളാത്തതാണ്. പറഞ്ഞ ആളിൻ്റെ കുറവ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് സിജോയോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതം ധന്യമാക്കി സന്തോഷത്തോടെ കഴിയുന്നു തന്നെ വളരെ നല്ലതാണ്. അതിന് ഞാൻ സിജോയെയും എൽസയെയും ഒത്തിരി അഭിനന്ദിക്കുകയാണ്. പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയിൽ മുന്നേറുക. വിശ്വാസത്തിൻ്റെ പിതാവായ എബ്രാഹാം ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാം, എത്ര വർഷങ്ങളാണ്, 100 വർഷം വരെ കാത്തിരുന്നില്ലേ. അതുപോലെ തന്നെ സാമുവേലിൻ്റെ അമ്മ ഹന്ന, ദീർഘമായ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് ഒരു കുഞ്ഞിനെ ലഭിക്കുക. ഇവരുടെയൊക്കെ ജീവിതം എത്രമാത്രം വലുതാണ്, ധന്യമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ കത്തിൽ സൂചിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് മാത്രം ഞാനൊന്ന് ചോദിക്കുന്നേ ഉള്ളൂ, ഏതെങ്കിലും ഡോക്ടേഴ്സിനെ ഇതിനോട് ബന്ധപ്പെടുത്തി കാണാൻ ഇടയായിട്ടുണ്ടോ? അത് നല്ലതാണ്. അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നല്ല ധാർമ്മികതയിൽ ഉറച്ച ഡോക്ടേഴ്സിനെ കണ്ട് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ്. നമ്മെ അവർ ഗൈഡ് ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. തീർച്ചയായിട്ടും ആലപ്പുഴ ഏരിയയിൽ കാണും, അല്ലെങ്കിൽ കോട്ടയം ഏരിയയിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതുകൂടെ ഒന്ന് ശ്രമിക്കാം. പ്രാർത്ഥനയോടൊപ്പം തന്നെ മാനുഷികമായ ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളിലൂടെ പരിശ്രമങ്ങൾ ഉണ്ടാകണം. ഞങ്ങൾ പ്രാർത്ഥിക്കാം. എന്താണ് എനിക്ക് പറയാനുള്ളത്? എന്താണ് നിമ്മിക്ക് പറയാനുള്ളത്? അതെ, ഇവർ രണ്ടുപേരും സന്തുഷ്ടരാണ്. അവർ തമ്മിൽ വളരെ സ്നേഹത്തിലുമാണ്. പിന്നെ മക്കളില്ല എന്ന പേരിൽ അവർക്ക് പരിഭവമില്ല, പരാതിയില്ല. പിന്നെ മറ്റുള്ളവർ പറയുന്നതിനെ ഇവർ അതേപടി മുഖവിലയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ വിഷമമുണ്ട്. അതെ, അവർ പറയുന്ന പരാതിയിൽ ഇവർ സങ്കടമുണ്ട്. അപ്പം സഹനം ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്ക് സഹനം ഉള്ളതാണ്. സഹനം ദൈവത്തിൽ നിന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ. ദൈവത്തിൻ്റെ പ്രകടമായ കരവേലകൾ തന്നെയാണ് കരവേലകൾ കൊണ്ടാണ് ശിശു ജനിക്കുന്നത് തന്നെ. അപ്പം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കരവേലയാണെന്ന് എഫേസസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, തിരുരക്തം ഒഴിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം അവർ ആ അച്ഛൻ്റെ പുസ്തകം വായിച്ച് അതിൽ നിന്ന് നല്ല ബോധ്യം കിട്ടി. അവർ നേരം പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അവർ മടുപ്പ് കൂടാതെ വിശ്വാസത്തോടെ തുടർന്നും പ്രാർത്ഥിക്കുക. ഞങ്ങളും പ്രാർത്ഥിക്കാം എന്ന് ഉറപ്പ്. പ്രാർത്ഥനയിൽ മുന്നേറുക. അതൊരു ബോധ്യത്തോട് നിങ്ങൾ സന്തോഷം കെടാതെ ജീവിക്കണമെന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം. ടോമിച്ചൻ എന്ത് പറയുന്നതിനെ പറ്റി? എനിക്ക് ഇത് കേട്ടപ്പോഴത്തേക്ക് ഇവർ 9 വർഷമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ഞാൻ ഞങ്ങളുടെ കുടുംബാനുഭവത്തെ പറഞ്ഞാൽ എൻ്റെ അമ്മച്ചി കല്യാണം കഴിച്ച് 16 വർഷം കഴിഞ്ഞ് ഉണ്ടായ മക്കളാണ് ഞങ്ങൾ. ശരി. അപ്പം ഈ 9 വർഷം ആയതുകൊണ്ട് ഭരപ്പെടണ്ട. തമ്പുരാനോട് നേരം അമ്മച്ചി ഒത്തിരി കരഞ്ഞിട്ടുണ്ടെന്ന് അമ്മച്ചി പറഞ്ഞേ. ഈ പറഞ്ഞതുപോലെ ആളുകൾ ഒത്തിരി പേര് കുറ്റപ്പെടുത്തും. മച്ചി മച്ചി എന്ന ആളുകൾ പരസ്യമായിട്ട് വിളിച്ചു. ഇതൊക്കെ അമ്മച്ചിയെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ഈശോയുടെ അടുത്ത് അമ്മച്ചി പറഞ്ഞു, ഞാൻ നിന്നടം മരം നനയത്തക്ക രീതി ഞാൻ കരഞ്ഞിട്ടുണ്ട് ഈശോയുടെ അടുത്ത്. പക്ഷേ എനിക്ക് ദൈവം വിടുതൽ തന്നു. അത് ഞാൻ 5 മക്കളെ കൊടുത്തു. ആദ്യത്തെ എൻ്റെ മൂത്ത ഒരു പെങ്ങളുണ്ട്, അത് കന്യാസ്ത്രീയാണ്. അപ്പം ദൈവം ആദ്യം വന്ന് തന്നെ തമ്പുരാൻ തന്നെ സമർപ്പിച്ചു. ബാക്കി തുടർന്ന് ഞങ്ങൾ 4 പേര്. ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളെല്ലാവരും സുവിശേഷത്തിലും നന്മയിലും ഒക്കെ മുന്നേറുന്നവരാണ്. എല്ലാവരും തന്നെ സുവിശേഷ വേലയെ അല്ലെങ്കിൽ സഭയോട് ബന്ധപ്പെട്ട് പോകുന്നവരാണ്. അപ്പോൾ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ, അച്ഛൻ പറഞ്ഞ പോലെ ശമൂവേലിൻ്റെ പുസ്തകത്തിലെ ഹന്നായുടെ നിലവിളി കേട്ടു ശമൂവേൽ ബാലനെ കൊടുത്തു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്, പക്ഷെ കൊടുത്തപ്പോഴത്തേക്ക് സഭയുടെ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഏറ്റവും ശക്തനായ ഒരു പുരോഹിതൻ, പ്രവാചകൻ ആയി ശമൂവേൽ ബാലൻ മാറി. അതുപോലെ തന്നെ അബ്രാഹത്തിനും വർഷങ്ങൾക്ക് ശേഷം കൊടുത്തത് അടുത്ത തലമുറയിലേക്ക് വലിയൊരു ചുവടുവെപ്പാണ്. അപ്പോൾ അതൊക്കെ കാത്തിരുന്ന് കിട്ടുന്നതിനൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് മനസ്സിലെ നിരാശ കൂടാതെ ഈശോയുടെ അടുത്ത് നിന്നോളുക. തമ്പുരാൻ തള്ളിക്കളയത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. 2, എൻ്റെ ഒരു സ്നേഹിതരുണ്ട്, അവർക്ക് മക്കളില്ലാത്തവരാണ്. കുഞ്ഞുമോളും ജോസഫും. ഇവർ എല്ലാ
എല്ലാത്തിലും വളരെ മുൻപന്തിയിൽ ഒത്തിരി ശുശ്രൂഷ ചെയ്തു പോകുന്നുണ്ട് സഭയിൽ. വേദനിക്കുന്നവൻ്റെ അടുത്ത് ചെല്ലാനും, കുഞ്ഞുമോളാൻ്റെ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് എല്ലാവർക്കും കണ്ണിലുണ്ണിയാണ്. അത്ര ഒരു പൂമ്പാറ്റയെ പോലെ, പൂമ്പാറ്റയെന്നാണ് പലരും വിളിക്കുന്നത്, പൂമ്പാറ്റയെ പോലെ ഓടി നടന്ന ഒരു നേഴ്സാണ്. അവരുടെ ശുശ്രൂഷകളിലൊക്കെ നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരെ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും എല്ലാമായിട്ട് സജീവമായിട്ട് സുവിശേഷത്തിൻ്റെ വേലയിൽ അവർ രണ്ടുപേരും വ്യാപരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് മനസ്സിൽ ഈ ഭാരമേ ഇല്ല. ദൈവം തരുമ്പോൾ തരട്ടെ, എൻ്റെ തമ്പുരാൻ തന്നാലും തന്നില്ലേലും ഞാൻ ദൈവത്തിൻ്റെയാണ് എന്ന ബോധ്യത്തോടെ അവർ പോകുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെയും പറയാനുള്ളത്, പ്രാർത്ഥിച്ചോ, ആശയം നിരാശ വേണ്ട, തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കും. സന്താനപുഷ്ടിയുള്ളവരായി പെരുകാനാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. അപ്പം മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. അത് കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ തരും. തരത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, തമ്പുരാൻ തരുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. 2, ഇനി ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. യാദൃച്ഛമായിട്ടൊന്നുമല്ല. ദൈവത്തിന് നിങ്ങളെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിന് വേണ്ടിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. ആ ബോധ്യം നിങ്ങൾക്ക് ഹൃദയത്തിലുണ്ടാവണം. എന്നെപ്പറ്റി എൻ്റെ തമ്പുരാൻ എന്നെ കരുതുന്നവനാണ്, എന്നെ കാക്കുന്നവനാണ്, എനിക്ക് വേണ്ടതെല്ലാം തരുന്നതാണ്. എൻ്റെ കുടുംബത്തിൽ മക്കളെ വേണമെന്നുണ്ടെങ്കിൽ 1 or 10 തരാൻ അവൻ പ്രാപ്തനാണ്, കഴിവുള്ളവനാണ്. അതിന് ഇനി ഞങ്ങളുടെ ജീവിതം അങ്ങനെയല്ല, അവനും ഏതെങ്കിലും തരത്തിലാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിന് ഞാനിതാ തയ്യാറ്. കുശവൻ്റെ കയ്യിലെ കളിമണ്ണാണ് നമ്മളെന്ന് പറയാറുണ്ട്. ഏകദിവസവും അതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പം കുശവന് ഏത് തരത്തിലും ആ പാത്രത്തെ നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്ന പാത്രമേ ആകാവൂ എന്ന് മണ്ണിന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ, മക്കളില്ല, മക്കളെ അല്ലാത്ത വിധത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിരാശയെന്നുള്ളത് വേണ്ട. ഈശോയോട് പ്രാർത്ഥിച്ചോളുക, ഈശോയോട് ചേർന്ന് നിൽക്കുക, സന്തോഷം കൈവിടണ്ട. ആര് പറയുന്നതും ആ ഒരു അർത്ഥത്തിലൊന്നും എടുക്കണ്ട. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആരാ പിന്നെ നമുക്കെതിരെ നിൽക്കാൻ പോണേ? കർത്താവ് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാ. അതുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളുക. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, ദൈവം അനുഗ്രഹിക്കും. ഒട്ടും പുറകോട്ട് പോകാതെ പ്രാർത്ഥനയിൽ മുന്നിട്ട് ആ നല്ല ദൈവകൃപയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ദൈവം തക്ക സമയത്ത് പ്രവർത്തിച്ചോളൂ. ടോമിച്ചിൻ്റെ അഭിപ്രായത്തിൽ ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം എന്നുള്ള ആശയം ടോമിച്ചൻ വെച്ചു. ഇൻ അഡീഷൻ ടു ദാറ്റ്, ടോമിച്ചൻ അവതരിപ്പിച്ചത് ഒരുപക്ഷെ ദൈവം മറ്റൊരു പദ്ധതിയിലൂടെ കൂടുതൽ ദൈവമഹത്വത്തിനായി പ്രവർത്തിക്കുവാൻ ഇവരെ രണ്ടുപേരെയും വിളിക്കുന്നുണ്ടായിരിക്കാം എന്നൊരാശയം കൂടെ അതിൻ്റെ കൂടെ കൊണ്ടുവരികയുണ്ടായി. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത സാഹചര്യം, നമ്മുടെ സിജോയുടെയും എൽസയുടെയും ജീവിത സാഹചര്യത്തിൽ അങ്ങനെയൊരു സാധ്യതയുണ്ടെങ്കിൽ പള്ളിയോട് ബന്ധപ്പെട്ടോ സമൂഹ പ്രവർത്തനങ്ങളോ ഒക്കെ ഏർപ്പെട്ടുകൊണ്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം. ദൈവം എനിക്ക് നൽകുമ്പോൾ അവ സ്വീകരിക്കാനും തയ്യാറായിക്കൊണ്ട് ധീരതയോടെ മുന്നേറണം. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ കത്തിലേക്ക് കിടന്നാലോ? തിരുനാട്ടിൽ നിന്നും ബാബുവാണ് ഈ കത്തെഴുതുന്നത്. ബഹുമാനപ്പെട്ട ലൂയിസ് അച്ഛാ, എൻ്റെ വിവാഹം 15 വർഷം മുൻപ് നടന്നതാണ്. അന്നേ ആ വിവാഹത്തിൽ എനിക്ക് മക്കളില്ലായിരുന്നു. അതുകൊണ്ട് 8 വർഷം മുൻപേ അവളുടെ സമ്മതപ്രകാരം അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. ഞാൻ ആൻസി എന്ന മറ്റൊരു സ്ത്രീയെ രജിസ്റ്റർ വിവാഹം ചെയ്തു. എൻ്റെ ആദ്യ ഭാര്യ പിന്നീട് ഒരു അന്യമതസ്ഥനെ വിവാഹം കഴിച്ചു. എങ്കിലും അവൾക്ക് മക്കളില്ല. എനിക്ക് ഈ വിവാഹത്തിൽ 2 മക്കളുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കൂദാശകൾ സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ വിവാഹം സഭാ നിയമപ്രകാരം ശരിയാക്കാൻ സാധിക്കുമോ? ഇതിനായി ഞാൻ എന്തു ചെയ്യണം? ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകണമേ. പിന്നെ സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിൽ ഇപ്പോഴത്തെ വിവാഹം, വെരി സോറി ടു സേ, അത് അസാധുവാണ്. സഭയുടെ കാഴ്ചപ്പാടിൽ അത് ശരിയല്ല. സഭാ നിയമപ്രകാരം മാത്രമല്ല, സിവിൽ നിയമപ്രകാരവും ഇത് തെറ്റായിട്ടാണ് നിൽക്കുന്നത്. കാരണം മറ്റൊരു വിവാഹം നിലനിൽക്കുന്ന സ്റ്റേജിലാണ് രജിസ്ട്രിമാരി നടത്തിയിരിക്കുക. എങ്ങനെ സാധിച്ചെടുത്തു എന്നൊക്കെ ഉള്ളത് ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ അത് തെറ്റ് തന്നെയാണ്. അതിനാൽ ആദ്യ വിവാഹം സഭാ നിയമപ്രകാരം വേർപെടുത്താനായിട്ട് അതായത് വികാരിച്ചനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപേക്ഷ കൊടുക്കണം. അത് സഭാ കോടതി വഴി അത് അസാധുവായി പ്രഖ്യാപിച്ചാൽ പിന്നീട് ഇപ്പോഴുള്ള വിവാഹം നിയമാനുസൃതമാക്കാനായിട്ട് പരിശ്രമിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തേത് നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ കിട്ടണം. പിന്നീട് ചില പ്രോസസ്സൊക്കെ ഉണ്ട്, ഞാനതേപ്പറ്റി വിശദമായി പറയുന്നില്ലെങ്കിലും അതിന് പോസിബിലിറ്റി ഉണ്ട്. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് വികാരിച്ചനുമായി
സാഹചര്യങ്ങൾ പങ്കുവയ്ക്കണം എന്നുള്ളതാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പങ്കുവയ്ക്കുക. അദ്ദേഹം അപ്പോൾ സാഹചര്യങ്ങൾ പഠിച്ചതിന് ശേഷം വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകും. ബാബുവിനോട് എനിക്ക് പറയാനുള്ളത്, വന്നുപോയ തെറ്റുകളെക്കുറിച്ച് മനസ്തപിച്ച് പ്രാർത്ഥനാപൂർവ്വം നീങ്ങണം. സംഭവിച്ചത് സാരമായിട്ടുള്ളതല്ല, ഒരു തിരിച്ചുപോക്ക് അസാധ്യവുമാണ്, അത് അച്ഛനറിയാം. എങ്കിലും മനസ്തപിക്കുക. പള്ളിയിലൊക്കെ പോകണം. ഉദാശകൾ സ്വീകരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ പള്ളിയിൽ പോവുകയും പ്രാർത്ഥനയിൽ മുന്നേറുകയും ചെയ്തുകൊണ്ട് നീങ്ങുക. മത്തായിയുടെ സുവിശേഷം 4:17 ഓർക്കുക. അതായത് ഈശോയുടെ പ്രധാനപ്പെട്ട സന്ദേശം, അല്ലെ ആദ്യ സന്ദേശം പറയാൻ പറ്റുന്നത് മാനസാന്തരമാണ്. എന്നിലൊരു മാറ്റമുണ്ടാവുക, അതാവശ്യമാണ്. അപ്പോൾ ആ മാറ്റത്തോടുകൂടി നമുക്ക് ഇങ്ങനെയുള്ള ദൈവം അനുവദിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശ്രമിക്കുമ്പോൾ കാര്യങ്ങൾ ഫലദായകമാകും. ഇത് നിയമപ്രകാരമാക്കാനും കൂദാശകൾ സ്വീകരിക്കാനുമുള്ള ബാബുവിൻ്റെ ആഗ്രഹത്തെ ഞാൻ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് എന്താണ് ടോമിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ സഹോദരൻ്റെ ഭാഗത്തു നിന്ന് തെറ്റാണ്. ഏതർത്ഥത്തിൽ നോക്കിയാലും ചെയ്തിരിക്കുന്നത് തെറ്റാണ്. പിന്നെ ഇപ്പം പോസിറ്റീവായിട്ട് നമുക്ക് കാണാവുന്ന ഒന്ന്, സഭയോട് ചേർന്ന് പോകാനുള്ള ആ മനുഷ്യൻ്റെ താല്പര്യമാണ്. അതിനെ ഈ താല്പര്യം കൊണ്ട് മാത്രമല്ല കാര്യങ്ങളും നടക്കത്തില്ലല്ലോ, അതിൻ്റെതായ വഴികളുണ്ട്. പിന്നെ എനിക്കതിനകത്ത് മറ്റൊന്ന് പറയാനുള്ളത്, അച്ഛൻ പറഞ്ഞ, ഞാൻ കാനോനിക്കലായിട്ട് അതിലേക്ക് തന്നെ വരുന്നില്ല, കാരണം അത് അച്ഛനെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ മക്കളെ രണ്ടുപേരെ മാമോദീസ മുക്കിയെടുക്കുന്നതിന് തടസ്സം ഇല്ലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലേ? ആ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുത്ത് കുഞ്ഞുങ്ങളെ ഈശോയിലേക്ക് കൊണ്ടുവന്ന് സഭയുടെ മടിത്തട്ടിൽ വളരുന്നതിന് വേണ്ടത് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് സഭയുടെ ഇതനുസരിച്ച് പോവുക എളുപ്പമല്ല. ഇനി അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു. കാനൻ ലോ അനുസരിച്ചിട്ട് പ്രായോഗികമല്ല. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ഇവർക്ക് കൊടുക്കാം, കുഞ്ഞുങ്ങളെ അതനുസരിച്ച് വളർത്താം. കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുത്തു, അതികുർബാനയും ശരീരവും ഒക്കെ കൊടുത്ത് കുഞ്ഞുങ്ങളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിക്കട്ടെ. മറ്റത് പരിശ്രമിച്ചോളുക, പ്രാർത്ഥിക്കുക. ദൈവം എങ്ങനെ അതിനകത്ത് ഇടപെടുന്നതെന്ന് അറിയില്ല. കാനൻ ലോ അനുസരിച്ചിട്ട് നിയമത്തിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാനൊക്കെ കയറിയതിൽ വലിയ അഭിപ്രായം പറയുന്നില്ല. കാരണം പക്ഷേ ഈ കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്താൻ അവർ പരിശ്രമിക്കട്ടെ. അവരുടെ ആഗ്രഹത്തെ ദൈവം സഫലമാക്കി തരട്ടെ. നല്ല ആഗ്രഹം നല്ലതാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കാനും കുദാശകൾ സ്വീകരിക്കാനും ഒക്കെയുള്ള ആഗ്രഹത്തെ ദൈവം തള്ളിക്കളയത്തില്ലായിരിക്കും. പക്ഷേ ഇവർ രണ്ടുപേരും ജീവിച്ചിരിക്കുമ്പോഴും അത് പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല. അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പക്ഷേ എനിക്ക് പ്രിയപ്പെട്ട സഹോദരനോട് പറയാനുള്ളത്, ആ കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്താൻ, കുഞ്ഞുങ്ങൾക്കിതിൻ്റെ ഇതൊന്നും ഉണ്ടാകാതെ സഭയുടെ മടിത്തട്ടിൽ വളരത്തക്ക കാര്യത്തിൽ അതിന് മാമോദീസ കൊടുക്കുക, ബാക്കി തുടർന്നുള്ള കൂദാശകളൊക്കെ കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്താൻ ശ്രമിക്കുക. അതായിരിക്കും അതിനകത്ത് കരുണീയം. പിന്നെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കാം, തമ്പുരാൻ്റെ ഹിതം നിറവേറട്ടെ. കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തുക, അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവത്തോടടുത്ത് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. നിമിക്ക് എന്താണ് അഭിപ്രായം? ബാബുവിൻ്റെ ഭാര്യ ജീവിച്ചിരിക്കെ ഭാര്യയുടെ സമ്മതപ്രകാരമാണ് എങ്കിൽ പോലും മറ്റൊരു സ്ത്രീയെ രജിസ്റ്റർ വിവാഹം ചെയ്തവർ ഒന്നിച്ച് ജീവിച്ചു എന്നുള്ളത് തെറ്റ് തന്നെ. അതൊരു വ്യഭിചാരം പോലെ തന്നെയാണ്. പക്ഷേ അതിൽ 2 മക്കളുണ്ടായി. മക്കൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് മാമോദീസ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ നമ്മുടെ പൂർവ്വപിതായ അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ ദാസിക്ക് വേണ്ടി ഭർത്താവിന് സമ്മതം കൊടുത്തു. അതിനകത്തും നേരെ ഇത് അവർക്ക് ചോദിക്കാം, അങ്ങനെ ചെയ്തില്ലേ. പക്ഷേ അവിടെയും അവർ അതിനനുസരിച്ചുള്ള ദൈവകോപം അവരിലും ഉളവായി, അക്സെപ്റ്റ് ചെയ്തില്ല. അത് അവിടെ പിന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്കൊരു സന്താനത്തെ കൊടുക്കുന്നതും. അതുപോലെ തന്നെ ആ ഹാഗാർ അവിടുന്ന് സാറ ഓടിച്ചു വിടുന്നതും, അവളും കുറേ പീഡകളൊക്കെ സഹിക്കേണ്ടി വന്നു. പക്ഷേ അംഗീകരിക്കപ്പെട്ടില്ല. അവളെയും ദൈവം അനുഗ്രഹിച്ചു. 2 കൂട്ടരെയും ദൈവം അനുഗ്രഹിച്ചു. ദൈവം കാരുണ്യവാനായതുകൊണ്ട് അവരെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഇവിടെയും ദൈവം കരുണ വർഷിക്കും. അവർ അദ്ദേഹത്തിൻ്റെ അമിതമായ ആഗ്രഹമുണ്ട് കൂദാശകൾ സ്വീകരിക്കുവാനും. അപ്പം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക. അപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമെങ്കിൽ അവരുടെ സഭാ നിയമപ്രകാരം ഇപ്പോൾ കൂദാശകൾ സ്വീകരിക്കാൻ പറ്റില്ല. പിന്നെ മറ്റേ ഭാര്യ മറ്റൊരു ഇതര കമ്മ്യൂണിറ്റിയിലുള്ള ആളുമായിട്ടാണ് വിവാഹബന്ധം ഏർപ്പെട്ടിരിക്കുന്നത്. അവർ
അവരുടെ നമുക്ക് വിട്ടേക്കാം. ബാബുവല്ലേ നമുക്ക് ചോദിച്ചത്. അപ്പം അപ്പം അവരുടെ വിവാഹബന്ധം വേർപെടുത്താനുള്ള ഇത് ചെയ്യുവാണെങ്കിൽ ഇവർക്ക് സഭാ നിയമപ്രകാരം പറ്റുമോ? പറ്റത്തില്ല. അവരതൊന്നും ചെയ്യണ്ട. പറ്റത്തില്ല. ഇവരുടെ തമ്മിലുള്ളത് വേർപെട്ട് സഭ കൊടുത്താൽ ഇവർക്ക് ഓക്കെ. നമുക്ക് തീർച്ചയായിട്ടും അവരെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ബാബുവിനോട് പറയാനുള്ള പ്രാർത്ഥനാപൂർവ്വം പരിശ്രമിക്കുക. അതോടൊപ്പം സഭയുടെ നിയമപ്രകാരം നീങ്ങാനായിട്ട് വിചാരിച്ചുകൊണ്ട് പങ്കുവെച്ച് നീങ്ങണമെന്നുകൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളെ ഈശോയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരമകാരുണ്യവാനും സ്നേഹം തന്നെയുമായ പൊന്നുതമ്പുരാനെ, ഞങ്ങളുടെ ഈ 2 കുടുംബങ്ങളെയും ഞങ്ങളുടെ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവർ ഓരോരുത്തരെയും അങ്ങ് കാണുന്നു, അനുഗ്രഹിക്കുന്നു, സ്നേഹിക്കുന്നു. ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് ആ പ്രശ്നപരിഹാരമുണ്ടാകുവാൻ ഇടപെടണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673528. ഇമെയിൽ info@shalomtelevision.com.